ഇതെനിക്ക് ഇന്നലെ കിട്ടിയ എമൗണ്ട് ആണ്. ഈ 2 ദിവസങ്ങളിൽ നവംബർ 28-നും 29-നും എൻ്റെ ബാങ്കിൻ്റെ ചെറിയ ഇഷ്യൂ ആയിട്ട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഇതിൽ രണ്ടും 0 വന്നത്. അതിന് മുമ്പത്തെ ദിവസമാണെങ്കിൽ 244 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന്. ഇതെനിക്ക് ഇന്നലെ കിട്ടിയ എമൗണ്ട് ആണ്. ഈ 2 ദിവസങ്ങളിൽ നവംബർ 28-നും 29-നും എൻ്റെ ബാങ്കിൻ്റെ ചെറിയ ഇഷ്യൂ ആയിട്ട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഇതിൽ രണ്ടും 0 വന്നത്. അതിന് മുമ്പത്തെ ദിവസമാണെങ്കിൽ 244 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ശനിയാഴ്ച നോക്കുകയാണെങ്കിൽ, ഞായറാഴ്ച നോക്കുകയാണെങ്കിൽ 130 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഏകദേശം 300 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു എമൗണ്ട്, ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഒരുപാട് റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു റീലിനകത്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതും എല്ലാവർക്കുമായിട്ടുള്ള ഏകദേശം ഞാൻ ഓൺലൈൻ വഴി സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലാരെങ്കിലും ടൈപ്പോഗ്രഫി എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ ടൈപ്പോഗ്രഫി എന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ എനിക്കൊരു ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് എൻ്റെ ഈ ഒരു ടൈപ്പോഗ്രഫി വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഈ ഒരു പേജിൽ നിന്നാണ് അവർ ഈ ഒരു ടൈപ്പോഗ്രഫി വാങ്ങിക്കേണ്ടത്. ഇതിലിപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ആൾക്കാർ ഇതിൽ ഈ ഒരു റീലിന് ടൈപ്പോഗ്രഫി എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവരുടെ ഇൻബോക്സിലേക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ലിങ്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴിയാണ് ഞാൻ ഈ ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ടൈപ്പോഗ്രഫി, മലയാളം ടൈപ്പോഗ്രഫി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ടൈപ്പോഗ്രഫി വിൽക്കാനായിട്ട് സാധിക്കും. അത് മേടിക്കാനുള്ള ലിങ്ക് വന്നിട്ട് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതുപോലത്തെ കമന്റ് ഓട്ടോമേഷൻ ചെയ്യാനുള്ള സൈറ്റ് വന്നിട്ട് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെ കമന്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഓട്ടോമേഷൻ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഞാൻ എൻ്റെ ജിമെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കില്ല വരിക. നിങ്ങളുടെ ഇൻസ്റ്റ ലോഗിൻ ചെയ്യാനായിരിക്കും പറയുക. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു അക്കൗണ്ടിന്റെ യൂസർ നെയിം കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ താഴെ ഹോം ഓട്ടോമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഓട്ടോമേഷൻ എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതിൽ കയറിയിട്ട് നിങ്ങൾ ന്യൂ ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ മേലെ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഏത് റീലിനാണോ നിങ്ങൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ ഒരു റീല് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഏത് കീവേഡ് ആൾക്കാരെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആൾക്കാർ കമന്റ് ചെയ്യുന്ന സമയത്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമേഷൻ നിങ്ങൾ സെറ്റ് വെച്ചേക്കണ ആ ലിങ്ക് പോകേണ്ടത്, ആ ഒരു കമന്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പോഗ്രഫി ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആൾക്കാർ എൻ്റെ റീലിന് ടൈപ്പോഗ്രഫി എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവരുടെ DMക്ക് എൻ്റെ ടൈപ്പോഗ്രഫി മേടിക്കാനുള്ള ലിങ്ക് പോകണം. അതിനായിട്ട് ഞാൻ ടൈപ്പോഗ്രഫി എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എന്താണോ കൊടുക്കേണ്ടത്, നിങ്ങൾ എന്ത് കീവേഡാണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഈ ഒരു റീലിൽ ടൈപ്പോഗ്രഫി ഫോളോ ആൻഡ് കമന്റ് ടൈപ്പോഗ്രഫി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ടൈപ്പോഗ്രഫി എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീലിന് എന്താണോ നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏത് വേർഡാണോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വേർഡ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നെക്സ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ ഇതുപോലെ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് അവർ DMക്ക് എന്ത് ലിങ്ക് ആണോ എന്താണോ പോകേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ 2 ഓപ്ഷൻ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ റീലിന് ആരെങ്കിലും കമന്റ് ചെയ്തു, ആ കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കണമെന്നാണ് ആ ഒരു ഓപ്ഷനിൽ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ, ഞാൻ ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ
ഓഫിലാണെങ്കിൽ ഇത് രണ്ടും ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ഓട്ടോമേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഗോ ലൈവ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോമേഷൻ സെറ്റായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു റീല് നിങ്ങൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത ആ ഒരു റീലിൽ നിങ്ങൾ കമന്റ് ഇട്ട് നോക്കുക ഓട്ടോമേഷൻ വർക്ക് ചെയ്യണ്ടോ ഇല്ലയെന്ന്. നിങ്ങൾ ഏത് വേർഡിലാണോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വേർഡിൽ കമന്റ് ഇട്ട് നോക്കുക. അപ്പോൾ വർക്കിംഗ് ആണോ അല്ലെന്ന്. അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ച രീതിക്ക് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോന്റെ താഴെ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ അത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക.